മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ സകല ചരാചരങ്ങളും ദൈവത്തിന് നന്ദി പറയുക. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മനോഹരമായ നിമിഷങ്ങളാണ് ഓരോ പ്രഭാതവും. തങ്ങളെ സൃഷ്ടിച്ചവനോടുള്ള നന്ദി ഓരോ സൃഷ്ടിയും അർപ്പിക്കുന്ന സമയമാണ് പ്രഭാതം എന്ന് പറയുന്നത്. നാം എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് സൃഷ്ടാവായവനെ, ജീവൻ നൽകിയവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അവനോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് ഈ പ്രഭാതം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരുന്നു. സകല വിശുദ്ധരുടെ മധ്യസ്ഥവും നമ്മൾ യാചിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നിയോഗമായിട്ട് യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യുവതി യുവാക്കൾ അവരുടെ ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുവാൻ, അവരുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ, ഈ ലോകത്തിലായിരിക്കുമ്പോഴും കർത്താവിനോടുള്ള സ്നേഹത്തിലധികമായി വളരുവാൻ തക്കവിധം ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകം ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ശ്രവിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഒരുക്കണമേ. ആത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ തക്കവിധം ആത്മീയ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈശോയുടെ വചനം ശ്രവിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം തിരുവചനം. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ്
ഈ ലോകത്തെ നോക്കി പറയുക, ഒരു വ്യക്തിയുടെ ജീവിതം ഈ ലോക സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഈ ലോക സമ്പത്തിനേക്കാൾ അധികം പ്രാധാന്യമുള്ള എന്തോ ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് നിത്യജീവനാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാവ് നശിച്ചു കഴിഞ്ഞാൽ അവന് എന്തു പ്രയോജനമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ ലോകവും അതിലുള്ള സകലതും നേടി ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും? ശരിയാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക, ദുഃഖിച്ചുകൊണ്ടിരിക്കുക, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു തൃപ്തിയും നമുക്കൊരിക്കലും ഉണ്ടാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വേണം 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 എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്കുണ്ടാവുന്നുള്ളൂ. ഒരിക്കലും നമ്മൾ സംതൃപ്തിപ്പെടുന്നില്ല. ഒന്ന് വന്നു കഴിയുമ്പോൾ അടുത്തത് വേണമെന്ന് ആഗ്രഹിക്കുക, അടുത്തത് വന്നു കഴിയുമ്പോൾ അടുത്തത് വേണമെന്ന് ആഗ്രഹിക്കുക. ഇങ്ങനെ നമ്മൾ പലതിനെയും കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആകുലപ്പെട്ട് ആലോചിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ തീർത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോക സമ്പത്ത്, ഈ ലോക വിഷയങ്ങളോ നമ്മളെ കീഴടക്കുകയില്ല. അതാ കർത്താവ് പറഞ്ഞേ, ഈ ലോകത്തുള്ള സമ്പത്ത് കൊണ്ടല്ല മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം വഴിയായിട്ടാണ്. ഒരിക്കൽ ഒരു അമേരിക്കയിലെ വളരെയധികം പ്രശസ്തി ആർജിച്ച കോടീശ്വരനായ ഒരു മനുഷ്യൻ, റോക്ക് ഫെല്ലർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം വളരെ പ്രശസ്തനാണ്. 33-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് അധ്വാനവും പ്രയത്നവും ഒക്കെ വഴിയായിട്ട് അനേകം എണ്ണ കമ്പനികളുടെ ഉടമസ്ഥനായി തീർന്നു. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു എണ്ണ കമ്പനി, അതിൻ്റെയൊക്കെ ഉടമസ്ഥനായി അദ്ദേഹം മാറുകയാണ്. വളരെ പ്രശസ്തമാണ്, ലോക പ്രശസ്തമാണത്. അങ്ങനെ ഈ മനുഷ്യൻ എല്ലാ സമ്പത്തും സുഖസൗകര്യങ്ങളും എല്ലാം അനുഭവിക്കുക. അങ്ങനെ ജീവിക്കുന്ന കാലത്ത് 53-ാമത്തെ വയസ്സിൽ മാരകമായ ഒരു രോഗത്തിന് അടിമയായി തീരുകയാണ്. അപ്പോൾ എന്ത് രോഗമാണ് എന്ന് പല ഡോക്ടേഴ്സിനെയും കണ്ടു, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പല പരിശോധനകളും നടത്തി, എന്നാൽ ആർക്കും ഈ രോഗം എന്താണ് എന്ന് മാത്രം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവസാനം നിരാശനായി മരണക്കിടക്കയിലായി. മരിക്കാൻ പോവുകയാണ്. മാരകമായ രോഗമാണ്, ഇതിന് മരുന്നൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അതൊന്നും ഏൽക്കുന്നില്ല. അവസാനം ജീവിതം തീർന്നു, നിരാശയിലേക്ക് കടന്നു പോവുകയാണ്. ജീവിതം തീർന്നു എന്ന് കരുതി ഇങ്ങനെ ദുഃഖിച്ച് വിഷമിച്ച് ആകുലപ്പെട്ടുകൊണ്ട് കഴിയുക. ഒത്തിരിയേറെ സമ്പത്തുണ്ട്, സമ്പാദിച്ചത് മുഴുവനുമുണ്ട്, അതിനൊന്നും ഈ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഒരു സാധാരണ ഡോക്ടർ ഒരാൾ ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നു. സാധാരണ ഒരു ഡോക്ടറാണ്, വലിയ ഫേമസ് ആയിട്ടുള്ള ആളൊന്നുമല്ല, വലിയ പ്രശസ്തിയൊന്നുമില്ല. ആ ഡോക്ടർ ഈ മനുഷ്യനോട് ഇപ്രകാരം വന്നിട്ട് പറയുക, ഞാൻ ഒരു മരുന്ന് തരാം, അത് ഉപയോഗിക്കണം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും, കാരണം എല്ലാ മരുന്നുകളും പലരും നൽകിയതും ഫലിച്ചിട്ടില്ല. എന്നാൽ പിന്നെ അവസാനമായിട്ട് ഈ ഡോക്ടർ, സാധാരണക്കാരനായ ഈ ഒരു ഡോക്ടർ നൽകുന്ന മരുന്ന് അങ്ങ് കഴിച്ചേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരികയാണ്. ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമാണ്, നിൻ്റെ ജീവിതത്തിൽ നീ പണത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് മനസ്സ് പുണ്ണാക്കരുത്. മറ്റുള്ളവരോട് അനുകമ്പയും സ്നേഹവും കരുണയും നിന്നിൽ നിറയ്ക്കുക. പണത്തെക്കുറിച്ച് ചിന്തിച്ച് നീ മനസ്സ് പുണ്ണാക്കാതെ മറ്റുള്ളവരോട് സ്നേഹവും കരുണയും അനുകമ്പയും നിൻ്റെ ജീവിതത്തിൽ നീ നിറയ്ക്കുക. അങ്ങനെ ജീവിക്കാൻ തുടങ്ങാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ ഡോക്ടർ പോയി. ഈ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ആകുലതയെല്ലാം മാറ്റി.
അതുവരെയും പലതിനെക്കുറിച്ചുള്ള ആകുലതയായിരുന്നു. ഇങ്ങനെ മെല്ലെ 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 മെച്ചപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യമായി തീർന്നു. അദ്ദേഹം സൗഖ്യം പ്രാപിക്കുക. അതിനുശേഷം ഈ മനുഷ്യൻ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടന തന്നെ സ്ഥാപിക്കുക. അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും ആ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർക്കും അശരണർക്കും സങ്കേതമായി തീരുന്ന ഒരു സംഘടന അദ്ദേഹം തൻ്റെ സമ്പത്ത് കൊണ്ട് താൻ നേടിയതുകൊണ്ട് എല്ലാം സ്ഥാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മനുഷ്യൻ ആ ഒരു നന്മ പ്രവൃത്തിയിലൂടെ അവസാനം 53-ാം വയസ്സിൽ മരിക്കും എന്ന് തീരുമാനിച്ച് മരണക്കിടക്കയിൽ കിടന്ന മനുഷ്യൻ 98 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയും സമ്പത്തിനെക്കുറിച്ചുള്ള ആലോചനയും ലൗകികമായ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ വരെ ഇല്ലാതാക്കി കളയും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ വിളിക്കുക, സകലത്തിൻ്റെയും ഉടയവനായവനിൽ ശരണം വയ്ക്കുക, അത് അനുഗ്രഹമാണ്. അതാണ് കർത്താവ് പറഞ്ഞതും. മനുഷ്യൻ്റെ ജീവിതം ഈ ലോക സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്, മറിച്ച് അത് അവൻ്റെ സ്നേഹം കൊണ്ടാണ്, അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകും. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ എല്ലാ തകർച്ചകളിലും അവൻ നമ്മെ ശക്തിപ്പെടുത്തും. ഒരിക്കലും ആ തകർച്ച നമ്മെ കീഴടക്കില്ല. ഒരു സമ്പത്തും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം കൊണ്ടുവരില്ല. ഒരധികാരവും നമ്മളെ അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകില്ല. കാരണം എല്ലാം നൽകുന്നത് എല്ലാത്തിൻ്റെയും ഉടയവൻ ദൈവമാണ്. അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ഈ ഒരു ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ ചെയ്യുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ പെരുമാറ്റവും ഇതെല്ലാം യേശു കേന്ദ്രീകൃതമായി തീരുമ്പോൾ ഈ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഈ ഒരു അനുഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. വയലിലെ ലില്ലികളെ നിങ്ങൾ നോക്കുവിൻ, അവ കൊയ്യുന്നില്ല, മെതിക്കുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എന്നാലും സ്വർഗസ്ഥനായ പിതാവ് അവയെല്ലാം പോറ്റുന്നുണ്ട്. അപ്പോൾ ഈ വയലിലെ ലില്ലികളെക്കാളും പക്ഷികളെക്കാളും എത്രയോ ഉയർന്ന സ്ഥാനത്താണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവയേക്കാളൊക്കെ ഒത്തിരി അധികമായി ദൈവം നമ്മെയും അനുഗ്രഹിക്കുമെന്ന് പറയുക. അപ്പോൾ കർത്താവിൻ്റെ ഈ ഒരു സ്നേഹത്തിനും കർത്താവിൻ്റെ ഈ ഒരു അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുവാൻ, ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമ്മിൽ നിറയാൻ, ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കാൻ, ഈ ലോകമോ ഈ ലോക സമ്പത്തോ അല്ല, മറിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞൊരു ജീവിതം, ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞൊരു ജീവിതം നമ്മിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് കർത്താവ് നൽകുന്ന ഈ ഒരു സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് എന്ന് പരിശുദ്ധ വചനത്തിൽ സങ്കീർത്തനങ്ങളിൽ 128-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അപ്പോൾ ആ സിയോൻ പർവ്വതം അചഞ്ചലമായി നിലകൊള്ളുന്നത് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അതുപോലെയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു അകൽച്ച നമ്മളുണ്ടാവും. ഈ ലോക സമ്പത്തോ ഈ ലോകത്തുള്ള സുഖങ്ങളോ അല്ല, മറിച്ച് ഇതെല്ലാം നൈമിഷികമാണ്, ക്ഷണികമാണ്, കടന്നു പോകുന്നതാണ്. ആ ഒരു ബോധ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പൂർണ്ണമായും നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി നമ്മെ തന്നെ കർത്താവിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുകയും ചെയ്യാം. ദൈവകൃപയിൽ വളർന്ന് ദൈവസ്നേഹത്തിലായിരുന്ന് ദൈവീക മനോഭാവം നമ്മളുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ
ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് ഇന്നത്തെ നമ്മുടെ നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ യുവതി യുവാക്കളും അവരെ സമർപ്പിക്കാം. യേശുവിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുന്നവരായി തീരാൻ, ഈ ലോക സമ്പത്തിനേക്കാളും ഈ ലോക കാര്യങ്ങളെക്കാളൊക്കെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരായി തീരാൻ, എല്ലാത്തിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ, അവരുടെ എല്ലാ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമുക്ക് അവരെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഓർക്കാം. ആ നിയോഗങ്ങളെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കാം. അതേപോലെ സകല വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും, ഗുഡ്നസ് ചാനലിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ഓർക്കാം. മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്നു മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഒരു ജപമാലയും അതേപോലെ തന്നെ ഒരു കുരിശിൻ്റെ വഴിയോ അങ്ങനെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന പ്രേരണയനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെയും ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും നമ്മൾ ഓർക്കുന്നു. ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും കർത്താവിന് സമർപ്പിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ വിശുദ്ധൻ്റെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ പ്രത്യേകമായ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങുകയും ചെയ്യാം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. എല്ലാ
അറിയുമങ്ങി മാറാക്കരുതലിൽ എല്ലാം അറിയുമങ്ങി മാറാക്കരുതലിൽ ഭൂമിതൻ പൂഴി പോലെ ശൂന്യമായി ഞാൻ എന്തു ഞാൻ പകരം തരും മഹേശ എങ്ങനെ സ്തുതി പാടിടും ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ ആരാരുമേകിടാത്തൊരുദ്ബോധനങ്ങളിൽ ആരാരുമേകിടാത്തൊരുദ്ബോധനങ്ങളിൽ മഞ്ഞിൻ സൗഗന്ധമായി മാറിയിടും നീവ എന്തു ഞാൻ പകരം തരും മഹേശ എങ്ങനെ സ്തുതി പാടിടും അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ അതിനൊത്ത ധനമൊന്നും കരുതലില്ല ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം എന്നു ഞാൻ പകരം തരും മഹേശ എങ്ങനെ സ്തുതി പാടിടും നമുക്ക് തിരുസഭയോട് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിനോട് ചേർന്നും കർദിനാളന്മാരോടും എല്ലാ മെത്രാന്മാരോടും അതുപോലെ തന്നെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.